RSS പ്രവർത്തകർ അക്രമാസക്തരായി. വട്ടിയൂർക്കാവിൽ ക്ഷേത്രത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച BJP കൗൺസിലറെ പിടിക്കാൻ ആകാശത്തേക്ക് വെടിവെച്ച് പോലീസ്. ചൊവ്വാഴ്ച രാത്രി ഉണ്ടായത് ഗുരുതര സംഭവങ്ങൾ. വധശ്രമ കേസിൽ പ്രതിയായ BJP കൗൺസിലറെയാണ് അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചെന്നത്. നാടകീയതകൾക്കൊടുവിൽ സംഭവസ്ഥലത്ത് വെച്ച് വെടിയുതിർത്താണ് സംഘർഷാന്തരീക്ഷത്തിൽ കൗൺസിലറെ കസ്റ്റഡിയിലെടുത്തത്. വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതനെയാണ് ചൊവ്വാഴ്ച രാത്രിയിൽ വട്ടിയൂർക്കാവ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം വട്ടിയൂർക്കാവിനടുത്തുള്ള ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ സുഗതൻ പ്രതിയായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ 7-ാം തീയതി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ വട്ടിയൂർക്കാവ് SHOയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടതായിരുന്നു. എന്നാൽ സുഗതൻ പോലീസിന് മുന്നിൽ ഹാജരായില്ല. ഇതേ തുടർന്നാണ് വട്ടിയൂർക്കാവ് പോലീസ് സുഗതനായുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. സുഗതൻ വട്ടിയൂർക്കാവ് CPT ജംഗ്ഷനിലെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി പോലീസ് സ്ഥലത്തെത്തി. SHO വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞാണ് അറസ്റ്റിന് ശ്രമിച്ചത്. സുഗതന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് നടപടികൾ എതിർത്ത് രംഗത്തെത്തി. തുടർന്ന് സുഗതനെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴാണ് BJP പ്രവർത്തകരും നാട്ടുകാരിൽ ചിലരുമെത്തി പോലീസിനെ തടയാൻ ശ്രമിച്ചത്. ഈ സമയത്താണ് SHO വിപിൻ ആകാശത്തേക്ക് വെടിവെച്ച് സ്ഥലത്ത് തടിച്ചുകൂടിയവരെ പിന്തിരിപ്പിച്ചത്. ഈരാറ്റുപേട്ടക്കാർക്കൊരു സന്തോഷ വാർത്ത. കൂടുതൽ സൗകര്യങ്ങളോടെ അത്യാധുനിക സംവിധാനങ്ങളുമായി ഈരാറ്റുപേട്ടയിൽ എമർജ് ഹോസ്പിറ്റൽ. ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള തിമിര ശസ്ത്രക്രിയക്ക് ഡോക്ടർ മാനുവൽ ജോണിന്റെ സേവനവും ഇവിടെ ലഭ്യം. ഒപ്പം ENT വിഭാഗത്തിൽ ഡോക്ടർ മരിയ ജോസ്, ഓർത്തോപീഡിക്സിൽ ഡോക്ടർ സ്റ്റാനി മാത്യു, കുട്ടികളുടെ വിഭാഗത്തിൽ ഡോക്ടർ ഫജിത് സൈനുദ്ദീൻ എന്നിവരുടെ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കാം. ആരോഗ്യമാണ് സമ്പത്ത്, അത് കാത്തു സൂക്ഷിക്കാൻ ഇനി എമർജ് കൂടെയുണ്ട്.